ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. രേഷ്മ തങ്കച്ചൻ്റെ വീഡിയോ ആണ്. എനിക്കറിയാം എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേർക്കൊന്നും താല്പര്യമില്ലാത്ത വീഡിയോ ആണ്. കുറേ പേര് പറഞ്ഞു വൈ ഈ കണ്ടന്റ് മാത്രം ഇടുന്നു എന്ന്. ഈ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഗൈസ് സ്കിപ്പ് പോയിക്കോളൂ, അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എടുക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, മനസ്സിലായി? ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ രേഷ്മ തങ്കച്ചൻ ഫൈനലി എന്തിൽ കയറിയിരിക്കുകയാണ്? ബിഗ് ബോസിൽ കയറിയിരിക്കുകയാണ്. അത് പറഞ്ഞത് ആളുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ സൈഡിലൊരു പോസ്റ്റ് കൊടുക്കാം, ആ ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം. നെഗറ്റീവ് കമൻ്റായി ആരും വരണ്ട, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്തും ഇവളുടെയും ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് 100% കൺഫേംഡ് ആണ് രേഷ്മ തങ്കച്ചൻ എങ്കിൽ പാത്ത് ബിഗ് ബോസിൽ എത്തി എന്നുള്ളത്. ഇനി ബിഗ് ബോസിനുള്ളത്തെ കളികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് പുറത്തോട്ട് കാണാം. അപ്പോൾ അതൊക്കെയാണ്. ഇട്ട സുഹൃത്ത് ആരാന്നുള്ളതൊക്കെ ഞാൻ സൈഡിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി വന്നിരിക്കുന്ന ആളുടെ വ്ളോഗിൽ കുറച്ച് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പീസുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പീസുകൾ മാത്രം ഒന്ന് നോക്കിയിട്ട് വേഗം ഈ കുട്ടി വീഡിയോ അവസാനിപ്പിക്കാം. സോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ന്യൂ വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്. വീഡിയോയുടെ എനിക്ക് നല്ലൊരു ഫോണില്ല. ഒന്നാമത്തെ എൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണ്. ഇവിടെ ചെക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ്. മോശമല്ല, കേടായിട്ടുള്ള ഫോണാണ്. ഓട്ടം തന്നെയാണ്. ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇവിടെ പറയുന്ന 3 കാര്യത്തിൽ ആദ്യത്തെ കാര്യം, ഞാൻ ബിഗ് ബോസിൽ പോയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എവിടെയാണ് ബിഗ് ബോസിൽ പോയത്? ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നേ എന്ന് പറഞ്ഞു. ഇപ്പോൾ മിസ്സിസ് രേഷ്മ തങ്കച്ചൻ ഇത് പറഞ്ഞത് ഞാനല്ല, താങ്കളുടെ അടുത്ത സുഹൃത്താണ്. അതിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പൊതുവേ ബിഗ് ബോസിൽ എത്ര പേരുണ്ട്, എങ്ങനെ പോയി എന്നുള്ളതൊക്കെ നമ്മൾ അറിയാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കയറിയിട്ടായിരിക്കാം. ഇപ്പം നമ്മൾ ഈ റിയാക്ഷൻ ലെവലിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് വഴിയൊക്കെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സാധാരണ ജനറൽ പബ്ലിക്കിന് ഇത് അറിയില്ല. ഇത് നിങ്ങളുടെ സുഹൃത്താണ് വന്നിട്ട് ഇതിൽ വന്ന് എഴുതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറയുന്നതിൽ ഇത് വലിയൊരു കള്ളത്തരം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്, ആൽബം ഉണ്ട്, വർക്ക് ഉണ്ട്, ഞാൻ അതിൽ ഭയങ്കര തിരക്കാണ്, എനിക്ക് ഒന്നിനും തീരെ ടൈമില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ വർക്കിനൊക്കെ പോയിട്ടും മര്യാദയ്ക്ക് ഒരു ഫോൺ വാങ്ങാനുള്ള പൈസ അല്ലേ? എന്തിനും ഈ തരം പറയുന്നത്? എന്തിനും ഈ കണക്ക് പറയുന്നത്? EMIക്ക് വാങ്ങിയാൽ പോരെ? ഫുൾ ക്യാഷ് കൊടുക്കാൻ പൈസ അല്ലേ, EMIക്ക് വാങ്ങിയാൽ മതി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫോണൊക്കെ ഞാൻ EMIക്ക് വാങ്ങിയതാണ്. മാസം അടച്ചടച്ച് ഇപ്പം ഞാനത് എൻ്റെ ഫോണാക്കി മാറ്റി. എന്തിനാ ഈ കണക്ക് പറയുന്നത്? ആരെങ്കിലും ഫോൺ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സപ്പോർട്ടിനല്ല, ഈ വിവാദങ്ങളെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? വിവാദങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, കാരണം നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ പേരിൽ മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക് രേഷ്മ തങ്കച്ചനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തെ കുറിച്ച് ചേച്ചി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പീസാണിത്. ഈ പീസിൽ ചേച്ചി വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, എല്ലാ സൈഡിൽ നിന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നു എന്നുള്ളത്. ഒരു സൈഡിൽ നിന്നും അറ്റാക്ക് വന്നിട്ടില്ല. നിങ്ങളോട് ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒളിക്യാമറ വെച്ചിട്ടോ നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടല്ല നമ്മളിത് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സിസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുന്നുണ്ട്, മീഡിയക്കാർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂവിൽ വന്ന് പലതും പറയുന്നുണ്ട്, അതുവഴി ചൈൽഡ് ലൈൻ ഇടപെടുന്നുണ്ട്. ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാര്യം പറയുമ്പോൾ കുറച്ച് ബുദ്ധിയും ബോധത്തോടു കൂടി പറയാൻ ശ്രമിക്കുക. ഒരു മൈക്ക് ഫ്രണ്ട് കിട്ടുമ്പോൾ വായെ തോന്നിയത് മുഴുവൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രവേഴ്സി ലൈഫ് ലോങ് ഉണ്ടാവും. ആൾക്കാരെ ഇന്ന് ചീത്തവിളി കേട്ടോണ്ട് നിൽക്കേണ്ടി വരും. എല്ലാ സൈഡിൽ നിന്നും തെറിവിളിയും പൊങ്കാനും ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ വീണ്ടും ബാക്കിയുള്ളവരെ കുറ്റം പറയും. നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അനിയത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക, മോളെ ഇനി ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പോയി പറയുന്ന പൊട്ടത്തരങ്ങളാണ് വിഷയമാവുന്നത്, ഇനിയെങ്കിലും നീ പറയുമ്പോൾ നോക്കിയും കണ്ടും പറയാൻ ശ്രമിക്കുക. വിഷയം കഴിഞ്ഞു. നിങ്ങളിത് അതൊന്നും ചെയ്യുന്നില്ല.
കാരണം ഈ രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുധിച്ചേട്ടന്റെ ആകസ്മികമായ ഒരു മരണമായിരുന്നു. അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വശത്തുനിന്നും അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ, നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാവർക്കും അറിയാം, ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ്, അയാൾ വന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസിന് ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങൾ വീണ്ടും സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചത്. അങ്ങനെ ഒരാൾ നിർബന്ധിച്ചാലും അങ്ങനെ ഒരാൾ ഫോഴ്സ് ചെയ്താലും അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു സ്റ്റാൻഡ് വേണ്ടേ? ഇപ്പോൾ പറയുമ്പോൾ പറയും എനിക്ക് എന്തായാലും ഉണ്ടാക്കി തന്നൊരു വീടാണ്, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിനെ വിളിച്ചിരുത്തി സംസാരിച്ച് ഞാൻ സോൾവ് ചെയ്തോളാം, ഞാൻ അല്ലാണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് അയാളെ നാറ്റിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആ ബുദ്ധി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പോകാത്തത്? ആ ബുദ്ധി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരാത്തത്? നിങ്ങൾ ക്യാമറയിൽ വിളിച്ച് എന്തൊക്കെയൊക്കെയാണ് ആ വീടിനെ പറ്റി പറഞ്ഞത്, വീടുണ്ടാക്കിയ ആളെ പറ്റി പറഞ്ഞത്, നിങ്ങളുടെ ഫാദർ എന്തൊക്കെയാണ് ക്യാമറയിൽ വന്ന് പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്? കുട്ടീനെ നോക്കിക്കോ, കുട്ടീനെ വേണ്ട, കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ സപ്പോർട്ടായി നിന്നുള്ള ആൾക്കാർ വരെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വരുന്നത് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് ഫ്ലവേഴ്സ് ടീം തന്നെയാണ്. അതിലെല്ലാ ആൾക്കാരും പിന്നെ ആങ്കറും എല്ലാം അങ്ങ് പോയി. അവരെന്തൊരു സപ്പോർട്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നിങ്ങൾക്ക് ചെയ്തു തന്നെ. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാർ. ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളല്ല. ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു എയിം ഉണ്ടാവണം. ഞാനിപ്പോൾ വീടിനെ പറ്റി ഒരു കുറ്റം പറഞ്ഞാൽ, ഞാൻ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഞാനൊരു കുറ്റം പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ടോപ്പിക്കാവും, ഒരു വിഷയമാവും, ഒരു വിവാദമാവും, ഒരു ഇൻ്റർവ്യൂ വരും, ഒരു ഡയലോഗ് വരും. മനഃപൂർവ്വ സാഹചര്യം ഒഴിവാക്കുക. നിങ്ങളിറങ്ങി നിങ്ങൾ നല്ല ഷോർട്ട് ഫിലിമും ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിച്ച് മോഡലിങ്ങും ചെയ്ത് മുന്നോട്ട് പോയ ഒരു വിഷയവുമില്ല. നിങ്ങൾ ഈ ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടി നിങ്ങൾ കളിക്കുന്ന കുറേ പരിപാടികളുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും കളിക്കുന്ന കുറേ പരിപാടികളുണ്ട്. അതാണ് നിങ്ങളുടെ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ബായേന്ന് വന്ന കാര്യമല്ലാണ്ട് ഒരു അലിഗേഷൻ പോലും ഞാൻ രേഷ്മ തങ്കച്ചനെ കുറിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉള്ളവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, മക്കളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. 2 മക്കൾക്കും ചാനലുണ്ട്, അപ്പോൾ 2 മക്കളുടെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങും, അതിൽ കാര്യങ്ങൾ ചെയ്തു പോകും, എന്തിനാ ഇങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് പോകുന്നത്? ഇതൊക്കെ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. അതിപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വെറുതെ നിങ്ങൾ ഒരാൾക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോഴാണ് പറയുന്നതെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ റിയലൈസ് ചെയ്യാത്തത്? 1-2 ആൾ പറയുകയാണെങ്കിൽ ഓക്കെ. ഇതൊരു വലിയ ടീം കൂടിയാണ് നിങ്ങളെ കുറ്റം പറയുന്നത്. സോഷ്യൽ മീഡിയ ഫുള്ള് നിങ്ങളെ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ട് വിളിച്ചാൽ എന്തായാലും ഞാൻ കയറിപ്പോവും തന്നെ ഞാൻ പറയുന്നു അല്ലേ. അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് വിളിച്ചാൽ എന്തായാലും പോകും, സന്തോഷത്തോട് കൂടി പോകും. കാരണം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. വീഡിയോ എന്നെ ഒരുപാട് പേര് സപ്പോർട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും രേണുസുതി ഇങ്ങനെ തന്നെ പോകണം. അപ്പൊ പിന്നെ എല്ലാവരും പറയാം ഡെയിലി വീഡിയോ. എനിക്ക് നല്ലൊരു ഫോണില്ല. ഒന്നാമത്തെ എൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പീസ് വീണ്ടും വെക്കാനുള്ളതിൻ്റെ റീസൺ എന്താ അറിയോ? ഈ ഒരു വേർഡ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിരുന്നു. ആ വേർഡ് എനിക്കെടുത്ത് പറയണം. സുധിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോകണമെന്ന്. അപ്പോൾ മനസ്സിലായല്ലോ, ബിഗ് ബോസിനുള്ളിൽ നടക്കാൻ വന്ന ഡ്രാമ അല്ലെങ്കിൽ നാടകം സുധിച്ചേട്ടനെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ ആഗ്രഹം, സുധിച്ചേട്ടൻ്റെ ഇഷ്ടം, സുധിച്ചേട്ടന് വേണ്ടി വിജയിക്കണം, സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം, സുധിച്ചേട്ടൻ മാത്രമാണ് എന്നുള്ള ഈ ഡയലോഗ് ഫുള്ള് നിങ്ങൾക്ക് ബിഗ് ബോസിൽ കാണാം. ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ചോ. അറിയാലോ, എൻ്റെ ഫാമിലിയും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുധിച്ചേട്ടൻ്റെ. പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ലെസ് ചേച്ചി,
സജന ചേച്ചി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നല്ല ഫാമിലിയും നല്ല സൗഹൃദങ്ങളും മാത്രമേ നമുക്ക് എന്തായിട്ടുണ്ടാവൂ, സപ്പോർട്ടായിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. അത് എങ്ങോട്ടും മാറാനും പോകുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. ആൻഡ് സെക്കൻഡ് തിങ്, ഇതിൽ കുറേ പേരുകളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ ആയിക്കോട്ടെ, ഇനി എന്തൊക്കെ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ബിഗ് ബോസിലോട്ട് ഇറങ്ങുകയാണ്. ബിഗ് ബോസ് 3-ാം തീയതി നാളെ തൊട്ട് തുടങ്ങുകയാണ്. ഡെഫിനറ്റ്ലി ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിലുണ്ടാവും. രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിലുള്ളതുകൊണ്ട് തന്നെ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സംസാരിക്കും. സോ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ പറയണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.